ഇന്ത്യയിൽ പ്രതിവർഷം 10 ലക്ഷം പേരാണ് UPSC എക്സാമിനായി രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ 6 ലക്ഷത്തോളം പേര് പ്രതിവർഷം UPSC പരീക്ഷ എഴുതുകയും ചെയ്യുന്നുണ്ട്. എന്താണ് UPSC എക്സാം ഇത്രയേറെ അട്രാക്ഷനായി മാറുന്നത്? സ്വാഭാവികമായും ഇത്രയേറെ ഉദ്യോഗാർത്ഥികൾ UPSC സിവിൽ സർവീസസ് ഡ്രീം ചെയ്യുന്നു എന്നതിന് പിന്നിൽ വാലിഡായ ചില റീസൺസ് ഉണ്ടായിരിക്കും. വാട്ട് ആർ ദോസ് റീസൺസ് ബിഹൈൻഡ് ദ അട്രാക്ഷൻ ഓൺ UPSC? You might have heard that the power is the elixir of life. അധികാരം ജീവിതത്തിൽ അമൃത് പോലെയാണ്. അധികാരം ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അധികാരം ആസ്വദിക്കാൻ സാധിക്കുമ്പോൾ ലഭിക്കുക എന്നുള്ളതിൽ വലിയ പ്രാധാന്യമുണ്ട്. സിവിൽ സർവീസസിനെ സംബന്ധിച്ച് 26-27 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി അവരുടെ കൈകളിലേക്ക് ഒരു ജില്ലയുടെ അധികാരം എത്തിക്കുന്നു. ഒരു ജില്ലയിൽ പോളിസി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷനായി മാറുന്നത്. സ്വാഭാവികമായും ഉള്ളൊരു സംശയമാണ്, അധികാരം മറ്റ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവില്ലേ? അധികാരത്തിന്മേൽ നിയന്ത്രണങ്ങളില്ലേ? രാഷ്ട്രീയക്കാർ ഇവർക്കുമേൽ നിയന്ത്രണങ്ങളാവില്ലേ? ഡെഫിനറ്റ്ലി ആകും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. എല്ലാറ്റിനും മുകളിൽ ഭരണഘടന എന്ന നിയന്ത്രണമുണ്ട്. ഈ ഭരണഘടന നിഷ്കർഷിക്കുന്ന നിയന്ത്രണം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്മേലും ഉള്ളത്. നിങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, അശ്വിനി വൈഷ്ണവ് എന്നിങ്ങനെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രൊഫൈലിൽ ഏറ്റവും വലിയ അട്രാക്ഷനായി കാണുന്നത് ഇവർ രാജ്യത്തെ സേവിച്ചിട്ടുള്ള ഏറ്റവും സമർത്ഥരായ സിവിൽ സർവൻസ് ആണ് എന്നുള്ളതാണ്. സിവിൽ സർവീസസിൻ്റെ അട്രാക്ഷനെ പറ്റി പറയുമ്പോൾ ക്യാബിനറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എഫിഷ്യൻ്റായ മിനിസ്റ്റേഴ്സ് സിവിൽ സർവീസസിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ടതായിരിക്കുന്നു. സമാധാനമായി ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും പ്രധാനമാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് പെർമനന്റ് ബ്യൂറോക്രസിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് സ്ഥിരത സിവിൽ സർവീസസിൻ്റെ തനതായ സവിശേഷതയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയാം. അതിനപ്പുറത്തേക്ക് നമ്മളെ അറിയാൻ താല്പര്യമില്ലാത്ത ഒരു ക്രൗഡ് ഉണ്ടായിരിക്കും. ആ ജനസമൂഹത്തിന് പോലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന പോപ്പുലാരിറ്റിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പ്രൊഫൈൽ കൂടിയാണ് ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ VP മേനോൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, KR നാരായണൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, രാജു നാരായണസ്വാമി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, TN ശേഷൻ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വ്യത്യസ്ത മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പടിയിറങ്ങിയവരാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നതും സിവിൽ സർവീസസിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷനാണ്. ഇത്രയേറെ അട്രാക്ഷൻസ് വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പ്രൊഫഷൻ, മറ്റൊരു സർവീസ്, മറ്റൊരു പ്രീമിയം സെൻട്രൽ ഓൾ ഇന്ത്യ സർവീസ് കാറ്റഗറി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത്തരമൊരു സർവീസ് എൻട്രിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ സ്വാഗതം സൈലം IAS ലേക്ക്.